അടിമാലി കുമളി ദേശീയപാതയിൽ കടമാക്കുഴി ഭാഗത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിക്കുവാൻ DFO അനുമതി നൽകിയിട്ടും നടപ്പിലാക്കുവാൻ കട്ടപ്പന നഗരസഭ ശ്രമിക്കുന്നില്ലെന്ന് ആരോപണം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Estate planted by St. Kuriakos Elias Chavra, the Carmel CMI Public School, Puliyanmala. നഗരസഭാ സെക്രട്ടറിയോട് തോട്ടമുടമകളുമായി സംസാരിച്ച് മരങ്ങൾ വെട്ടിമാറ്റുവാനുള്ള തുടർ നടപടികൾ എടുക്കണമെന്ന് വാർഡ് കൗൺസിലർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതുമുണ്ടായില്ല. ദേശീയപാതയിൽ കടമാക്കുഴി മുതൽ ആനവിലാസം വരെയുള്ള 10 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഏലത്തോട്ടത്തിൽ നിൽക്കുന്ന നിരവധി വൻമരങ്ങളാണ് വാഹനയാത്രികർക്ക് അപകട ഭീഷണിയായി നിൽക്കുന്നത്. ഇവയിൽ പലതുമാണ് കനത്ത മഴയിലും ശക്തമായ കാറ്റിലും കടപുഴകി റോഡിലേക്ക് വീഴുന്നത്. കഴിഞ്ഞ വർഷം കാലവർഷത്തിൽ ആനവിലാസത്തിന് സമീപത്ത് വാഹനത്തിന് മുകളിലേക്ക് ഒടിഞ്ഞു നിന്നിരുന്ന മരം വീണിരുന്നു. ഇതിനുശേഷവും ഒന്നിലധികം തവണ ഏലത്തോട്ടങ്ങളിൽ നിന്നിരുന്ന മരങ്ങൾ കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെയും വാർഡ് കൗൺസിലറുടെയും നിരന്തര ശ്രമഫലമായി അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ DFO അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇതിന് തോട്ടമുടമകൾ തയ്യാറായില്ല. ഇതേ തുടർന്ന് വാർഡ് കൗൺസിലർ തങ്കച്ചൻ പുരയിടം ഈ വിഷയം കട്ടപ്പന നഗരസഭാ ഭരണസമിതിയെയും സെക്രട്ടറിയെയും അറിയിച്ചു. എന്നാൽ മരങ്ങൾ മുറിപ്പിക്കുവാൻ ഒരു നടപടിയും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അടിമാലി കുമളി ദേശീയപാതയോട് ചേർന്ന് രത്തനപ്പാറ ചപ്പാത്ത ഭാഗം കടമാക്കുഴി ഭാഗത്താണ് 7ഓളം മരങ്ങൾ 6-7 വീടിന് ഭീഷണിയായിട്ട് നിൽക്കുന്നത് വെട്ടിമാറ്റാൻ വേണ്ടിയിട്ട് ഒരു വർഷം മുമ്പ് കട്ടപ്പന മുനിസിപ്പാലിറ്റി ട്രീ കമ്മിറ്റി കൂടിയപ്പം ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അപേക്ഷ വെക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അതിൻ്റെ നടപടികളൊന്നും നടക്കാത്തതുകൊണ്ട് DFO മുതലുള്ള ആൾക്കാരുടെ അനുമതി വാങ്ങുകയും ജില്ലാ കളക്ടറുടെ വരെയും അനുമതി കിട്ടിയിട്ടും ആ മരങ്ങൾ വെട്ടിമാറ്റാൻ ആ സ്ഥലമുടമസ്ഥൻ സമ്മതിക്കുകയില്ല. ആ സാഹചര്യം വെച്ച് നമ്മളിവിടെ അതെല്ലാം കാണിച്ച് കട്ടപ്പന മുനിസിപ്പാലിറ്റി സെക്രട്ടറി മുമ്പാകെ വേറൊരു അപേക്ഷയും കൂടെ വെച്ചിട്ട് പോലും ഇതേവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം ഈ 6-7 വീടുകൾ നിൽക്കുന്നത് ഈ ഒരു 7 വൻമരങ്ങൾക്ക് സമീപത്താണ്. അപ്പോൾ ആ മരം വെട്ടിമാറ്റിയില്ലെങ്കിൽ വലിയ ദുരന്തം ഇതുപോലുള്ള നമ്മുടെ ഇവിടുത്തെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുൻനിൽക്കുന്നത്. ഇപ്പോൾ 1 വർഷമായിട്ട് നമ്മളിത് പറഞ്ഞിട്ടും ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതിന് ഒരു ഇടപെടിയിലോ അത് വെട്ടിമാറ്റാനോ ഒരു നടപടിയോ സ്വീകരിക്കുന്നില്ല. സെക്രട്ടറിയുടെ അടുത്ത് പല ആവർത്തി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ ഫയൽ എടുക്കുന്നുണ്ട്, ഈ ഫയൽ എടുക്കുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ ഒരു നടപടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. സെക്രട്ടറി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇതുപോലുള്ള അനേകം വിധികൾ കട്ടപ്പന മുനിസിപ്പാലിറ്റി വന്ന് കിടപ്പുണ്ട്. എന്നാൽ മുനിസിപ്പാലിറ്റി മുൻകൈയെടുത്ത് നടത്താൻ തയ്യാറാകേണ്ടത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ്, ഇത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ്. ഇതേവരെയും അതിനുള്ള യാതൊരു നീക്കങ്ങളും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതൊരു വലിയ ദുരന്തത്തിലേക്ക് എത്തുന്നു ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഈ മഴക്കാലമാകുമ്പോൾ ട്രീ കമ്മിറ്റിയൊക്കെ സാധാരണ കൂടാറുള്ളതാണ്. ഇവിടെ ഈ പ്രാവശ്യം ട്രീ കമ്മിറ്റി വിളിച്ചെങ്കിലും ആരും വന്നില്ല. കാരണം വെറുതെ കൂടുന്നു. കാരണം നടപടികളില്ല, കാര്യങ്ങൾക്ക് നീക്കുപോക്കില്ല. ആരെങ്കിലും സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരെ ആണെങ്കിലും എങ്ങനെയും അവരെ ഭീഷണിപ്പെടുത്തിയത് വെട്ടിക്കും. ഈ വൻകിട തോട്ടോടമകളൊക്കെ ഉണ്ട്, അവരോടൊന്നും പറഞ്ഞാൽ ഞങ്ങൾ പോലുള്ള സാധാരണ കൗൺസിലർമാരൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേട്ടെന്നിരിക്കുകയില്ല. ഇതിപ്പം ഇവിടുന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇതേവരെ അതിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതിന് അടിയന്തരമായ നടപടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും അധികാരികളുടെ ഭാഗത്തും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാലവർഷത്തിന് മുൻപായി ജീവന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന കളക്ടറുടെ നിർദ്ദേശമുള്ളപ്പോഴാണ് നഗരസഭയുടെ നിസ്സംഗത. ഏതു നിമിഷവും കടപുഴകി അപകടം സൃഷ്ടിക്കാവുന്ന 7ഓളം വൻമരങ്ങൾ ജനവാസ മേഖലയിൽ മാത്രമുണ്ട്. ഇവയെങ്കിലും അടിയന്തരമായി വെട്ടിമാറ്റണമെന്നാണ് ആവശ്യം. നഗരസഭയുടെ ട്രീ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ പിഴവുണ്ടെന്നും വാർഡ് കൗൺസിലർ ആരോപിക്കുന്നുണ്ട്. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Estate planted by St. Kuriakos Elias Chavra, the Carmel CMI Public School, Puliyanmala, celebrating her visionary journey among the hills of Idukki, wherein you can build the perfect life for your children. Come experience a maintained holistic balance of curricular and extracurricular activities that unleashes the potential of every child and encourages them to be a better citizen for our nation. Admission open for academic year 2024-25.